ഫാമിലി, അപ്പോൾ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ +1 റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ആദ്യം തന്നെ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൺഗ്രാറ്റ്സ്. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ കുറച്ച് പേർക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അവരാരും വിഷമിക്കേണ്ട, നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനുള്ള സമയമുണ്ട്. സോ ആരും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾ എത്ര തന്നെ മാർക്ക് കിട്ടിയ ആളാണെങ്കിലും അല്ലേ, കുറച്ച് മാർക്ക് ആയാലും ആവറേജ് ആയാലും നിങ്ങൾ വിചാരിക്കാത്ത അത്ര മാർക്ക് കിട്ടിയില്ലെങ്കിലും ഇനി നല്ലപോലെ മാർക്ക് കിട്ടിയ ആളാണെന്നുണ്ടെങ്കിലും +2 എന്ത് ചെയ്യുക, കുറേ കൂടെ നന്നായിട്ട് പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ +2 ബോർഡ് എക്സാം ഉണ്ട്. നിങ്ങൾക്ക് കഴിയാവുന്ന മാക്സിമം മാർക്ക് ഈ 2 എക്സാമിലും സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം റിസൾട്ടൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്താം, അല്ലെ? നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടിയത് എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ മിസ് ഇവിടെ ഒരു റിസൾട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ +1 വന്നിട്ടുള്ള ഒരു റിസൾട്ട് എടുത്തിട്ടുണ്ട്. സോ എങ്ങനെ ഈ ഒരു കുട്ടിയുടെ പെർസെൻറ്റേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും? സോ എൻ്റെ കുട്ടികൾക്ക് 2 മാർക്ക് കാണാം, അല്ലേ? നിങ്ങൾക്ക് കിട്ടിയ യുവർ സ്കോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കാണാം. അതേപോലെ തന്നെ മാക്സിമം മാർക്ക്, ഓരോ സബ്ജക്ട്സിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്കും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കുട്ടിക്ക് ഇവിടെ 96, 100, 75, 75, 57, 71 ഇങ്ങനെയാണ് ആ ഒരു കുട്ടിയുടെ സ്കോർ പോകുന്നത്. ആ ഒരു കുട്ടി സ്കോർ ചെയ്തിട്ടുള്ള മാർക്കുകൾ എങ്ങനെയാണ്. അതേപോലെ തന്നെ അപ്പുറത്ത് നമുക്ക് എന്ത് കാണാം, ഓരോ സബ്ജക്റ്റിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്കും കാണാൻ പറ്റും. സോ നമുക്ക് പെർസെൻറ്റേജ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ സ്കോർ, നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് ആഡ് ചെയ്യണം, അതിൻ്റെ സമ്മ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതാ മിസ് ഇവിടെ ഈ ഒരു കുട്ടി സ്കോർ ചെയ്തിട്ടുള്ള മാർക്കിൻ്റെ സമ്മ് കണ്ടെത്തിയപ്പോൾ മിസ്സിന് കിട്ടിയത് 474 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മാക്സിമം സ്കോർ, ഓരോ സബ്ജക്ട്സിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കോർ ആഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ ഓരോ സ്ട്രീമിനനുസരിച്ച് ചിലപ്പോൾ കൊമേഴ്സ് സയൻസ് വ്യത്യാസം ഉണ്ടായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി 520 ആണ്. അപ്പോൾ അതാ ഇവിടെ 200 ഉണ്ട്, ദെൻ ബാക്കി 4 സബ്ജക്ട്സിന് 80 ആണ് വരുന്നത്. സോ ഇവിടുത്തെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 520 ആണ്. സോ നമുക്ക് ഇനി പെർസെൻറ്റേജ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സോ നമ്മൾ പെർസെൻറ്റേജ് കണ്ടെത്താനായിട്ട് നമുക്ക് എത്രയാണോ ടോട്ടൽ സ്കോർ കിട്ടിയത് അതിനെ നമ്മുടെ മാക്സിമം മാർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മാക്സിമം നമുക്ക് വാങ്ങാൻ പറ്റുന്ന സ്കോർ എന്ന് പറയുന്നത് 520 ആണ്, ഇൻറ്റു 100. ഓക്കെ, സോ 474 ഡിവൈഡ് ബൈ 520 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്കോർ കിട്ടിയത് ആ ടോട്ടൽ സ്കോർ നിങ്ങൾ മുകളിൽ എഴുതുക. ദെൻ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റിയ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ താഴെ എഴുതുക, ഇൻറ്റു 100. സോ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ 91.15 സംതിങ് എന്ന് കിട്ടും. ഓക്കെ, സോ ഈ കുട്ടിക്ക് കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് +1 ആ കുട്ടിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 91.15 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 91.56 ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് എന്തെഴുതാൻ പറ്റും, 96% എന്നാക്കി എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് നോക്കാൻ അറിയാതൊക്കെ ഇരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നിങ്ങൾ പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ എത്രയൊക്കെയാണ് നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ പെർസെൻറ്റേജ് എന്നൊക്കെയുള്ള കാര്യം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്.